തടി മുടിഞ്ഞ തീറ്റയായിരിക്കും. നോക്കല്ലേ, ഞാനങ്ങ് ദഹിച്ചു പോകും. ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ഹൗസ് ഓണർക്ക് കുറച്ച് വെള്ളം എടുത്തുണ്ട് വേണേ. ഹൗസ് ഓണറിന്റെ മൂത്തൊഴി പോടല്ലോ. എന്റെ കള്ളച്ചെറുക്ക, ഞാൻ ഈ പിശാചിനെ തല്ലിയൊന്നുമില്ല. അപ്പുറത്തായി കാണിച്ചു തരാം തനിക്ക്. മോർണിംഗ് വാ. തുടങ്ങിയിട്ട് നേരം കുറയായി. എന്റെ ബാഗ് എന്താ? അയ്യോ എന്റെ ദൈവമേ, എന്റെ ഗുരുവായൂരപ്പ എനിക്ക് വയ്യ. എന്താണ്ട് നിങ്ങൾ അങ്ങോട്ട് പോവണ്ട. പോണ്ടാച്ചാല് എന്താ ഉമ്മറേ ഇങ്ങോട്ട് വരികയെന്ന് ആ വീട്ടുറക്കത്തിന് ഭ്രാന്താക്കുന്നുണ്ട് കുറിച്ച് കെട്ടാണ് നമുക്ക്. ഞാൻ ഈ കുട്ടികളെ സ്കൂളിൽ വിട്ടേച്ച് വരാം. പറ. ആഹാ, ഞമ്മക്കൊരു മനസാക്ഷി ഉണ്ടല്ലോ. നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് വരുന്നത്. അത് എങ്ങോട്ട് വരാൻ എനിക്ക് ചിലക്കാണ്ട് പോവാറുണ്ട്. സമയത്താ വിളിക്കണേ. ആരെ വരീന് വോട്ട് വരിക. അല്ല, നമ്മൾ അയലക്കാരും മഹാചെത്തുകളാണ്. ഒരു തെണ്ടി കെട്ടി തിരിഞ്ഞൊക്കെ കുതുകലൊക്കെ ഉണ്ടായിട്ട് ഈ ചെറ്റ പണിക്ക് നടത്തിട്ട് ബാക്കി കാര്യം. ചേർച്ചയായിട്ട് എനിക്ക് പുത്തരി നിലങ്ങളെ എടാ പണിക്കണേ, എടാ നാളെ പണിക്കണേ. ഡൈലി വാതിൽ ഓർക്കണ കുത്തി കൊല്ല മാലാക്കി കൗത്തിലിടും. നിങ്ങൾ അങ്ങോട്ട് പോയിന് ഇവനെ ഞാൻ കൊല്ലും. ഇവനെ കൊല്ലാതെ ഞാൻ പോവില്ല. എനിക്ക് ചോര വേണം, പണിക്ക ചോര വേണം. നിനക്ക് ചോരാടാ, നിനക്ക് പഠിക്ക ചോരാടാ. പാടാവൊക്കെ നിങ്ങൾ കുടുംബമായിട്ട് കഴിഞ്ഞോടത്ത് ഞാൻ വന്നു വല്ല അതിക്രമം കാണിച്ചാൽ അതിന്റെ മോശം നിങ്ങൾക്ക് തന്നെയല്ലേ. ഞാനൊരു എന്താ ഒന്നുമില്ല. എടുക്കാം. എന്തായി? എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെന്തിന് വേണ്ടാത്തതിൽ തലയിടാൻ പോകുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ ഒരു ബഹളം? ആഹാ, ഒളിച്ചിക്കണില്ലേ. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചറക്കാരനല്ല. ഇറ്റ്സ് വെരി നൈസ് ഫെലോ. അയാളോട് അയാളെ വീട്ടിൽ താമസിക്കേണ്ടെന്ന് ഞമ്മക്ക് പറയാൻ പറ്റുമോ? എന്തിനൊരു ന്യായം വേണ്ടേ? അല്ലെങ്കിലും ഈ പെണ്ണിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? അഹങ്കാരോ? ഉണ്ടോ? ഉണ്ട്. ഇവ എന്തോ ഞാൻ കുളിച്ചിട്ട് തനിക്ക് കെട്ടിയെടുത്ത പോരെ? പോരെ മനുഷ്യ സ്ത്രീ, വെയിറ്റ് ചെയ്യണ്ട. ഒരു 3 മണിക്കൂറെങ്കിലാകും എന്നെ ഇവിടുന്ന് പുറത്ത് കെട്ടിയെടുക്കാൻ. എന്റെ കുളിമുറിയില് എനിക്ക് ഇഷ്ടം പോലെ മനസ്സ് തുറന്നൊന്ന് കുളിക്കണം. കുളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ കണ്ടു. എന്ത് ചേച്ചി, എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഈയിടെ 16 അടിയന്തരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. നിന്റെ ചേച്ചിക്ക് കുറച്ച് മര്യാദ പറഞ്ഞോട്. അത്ര അസൗകര്യാണ് ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ. ആ പുള്ളിനെ മറച്ചിട്ടാ മതി. പല്ലാഴിക്കടവിൽ നീന്താടാനിറങ്ങിയ പലപ്പുങ്കാവിലെ പൊന്നിലാവേ. പല്ലാഴിക്കടവിൽ നീരാടാനിറങ്ങി. വെള്ളം നിന്നല്ലോ. പൈപ്പൊന്ന് തുറന്നോട്ടെ, പൈപ്പൊന്ന് തുറന്നു വിടേ. പൈപ്പ പറഞ്ഞിട്ടില്ലേ ആരെങ്കിലും പൈപ്പ് വന്നോളെ.
അഴിമകളും ഒരുമിച്ചൊരു കട്ടിലിലന്നേരം ഏഴമാളിക മുകളിലിരുന്നരുളും 72 ലോക വഴിയായ തമ്പൂരാൻ എത്രയും താഴെ തന്റെ വയസ്സിനെ ദൂരത്തു കണ്ടു കണ്ടാലെത്രയും പാരിജാതം തിരുമിഴികൾ തുറന്നു പവിഴമുന്തിരി പൂത്തു തളിർത്തു കുട്ടികൾ പഠിക്കുന്ന സമയമാണ്, ശല്യം ഉണ്ടാക്കരുത്. ഓ, ഞാനിപ്പോ പാടുന്ന സമയമാണ്. 7 to 7:30. ലോകത്തെവിടെയായാലും ഞാൻ പാടും. നോക്കുന്നുണ്ടോ നിങ്ങൾ? അത്രയ്ക്ക് അസൗകര്യമാണെങ്കിൽ ഈ വീട് അങ്ങോട്ട് ഒഴിഞ്ഞോളൂ. എന്റെ വീട്ടിലിരുന്ന് എനിക്ക് തോന്നുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്ന തരത്തിൽ ഞാൻ പാടും. ബോംബെ പട്ടണത്തെ കിടുകിട വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അമ്മാവൻ ഉടൻ വരുന്നു. ഇവിടെ ഒരു ചോരപ്പുഴ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ജീവനിൽ കൊതിയുള്ളവന്മാർ ഉടൻ തന്നെ സ്ഥലം വിടുന്നതാണ് എല്ലാവർക്കും നല്ലത്. ബോംബെ പട്ടണത്തെ അമ്മാവൻ അത്രയ്ക്ക് ശക്തനാണോ? കൊള്ളാം. ഒരു 10 പേർ ഒരുമിച്ചിടാമെങ്കിൽ അമ്മാവൻ ഒറ്റ കഴിഞ്ഞു നേരിടും. കരാട്ടെ, ജൂഡോ, കുങ്ഫു, കളരിപ്പേറ്റ്. അമ്മാവനല്ലാത്ത ഒറ്റ അഭ്യാസങ്ങൾ ഈ ലോകത്തില്ല. അമ്മാവൻ ഈ കാലവർണ്ണെ അടിച്ചിട്ട് ചമ്മന്തിയാക്കും. എനിക്കതുകൊണ്ട് കൈയൊട്ടിച്ചില്ല. എത്രയും പെട്ടെന്ന് അമ്മാവനെയും വന്നാൽ മതിയായിരുന്നു. അതെ, ഇല്ലാത്ത അമ്മാവന്റെ പേരും പറഞ്ഞ് എന്നെ വരട്ടാണെന്ന് നോക്കണ്ട. ഇല്ലാത്തതാണോ ഉള്ളതാണോ എന്ന് വരുമ്പോ കാണാമല്ലോ. കമ്പി ഒന്നും അറിഞ്ഞില്ലേ? ഇടിക്കട്ട, കത്തി തുടങ്ങിയ സാധനങ്ങളുമായി അമ്മാവൻ പുറപ്പെട്ടു കഴിഞ്ഞു. എടോ ഹൗസോളറെ, ഉപദേശിക്കാമെന്ന് കരുതരുത്. ചാവണ്ട എന്നുണ്ടെങ്കിൽ വേഗം സ്ഥലം വിട്ടോ. പണിക്കർ, അതെ. എന്തായാലോ തന്റെ ഇഞ്ചക്ഷനും ഓപ്പറേഷനും ഒക്കെ ശല്യപ്പെടുത്തി ഒഴിപ്പിക്കാനുള്ള തന്ത്രം ഏതാണ്ട് ഫലിച്ചു വരികയായിരുന്നു വക്കീലെ. പക്ഷേ ബോംബെ എന്നൊരു പെരിച്ചാഴി ഇറങ്ങിയിരിക്കുന്നു. എതിർകക്ഷി കാർത്തിയാനിയമ്മയുടെ ആങ്ങളാന്ന് പറയുന്നൊരു ദുർഭൂതം. ഭൂതപ്രേതങ്ങളാണെങ്കിൽ താൻ ഉടനെ പോയൊരു മന്ത്രവാദിയെ കാണും. എനിക്കൊരു മനസ്സമാധാനവുമില്ല വക്കീലെ. ഒരാഴ്ചക്കകം വീട് ഒഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നാട്ടിലുള്ള പറമ്പും വീടും ഒക്കെ വെള്ളത്തിലാവും. കുഞ്ഞിക്കണ്ണന്മാരുടെ എഗ്രിമെന്റ് വളരെ സ്ട്രോങ്ങാ. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്ന് താനീ പറയണത്? അതെനിക്കും അറിയില്ല. പിന്നെ തന്നെ എന്തിനാ കൂടെ കെട്ടിയെടുത്തത്? പിന്നെ ഞാൻ ഇനി എങ്ങോട്ട് പോകും? താൻ ആ വീട്ടിൽ കയറി താമസിച്ചില്ലേ? താമസിച്ചു. എന്നിട്ട്? പക്ഷെ ആ ഭൂതം വന്നിരിക്കുന്ന ഇടിക്കട്ടയും പിച്ചാത്തയൊക്കെ ആയിട്ടാ. എന്തിന്? എന്നെ അവിടെ നിന്ന് തല്ലി ഓടിക്കാൻ. അത് ശരി. അപ്പൊ പേടിച്ചോടി വന്നിരിക്കുകയല്ലേ? പേടിയൊന്നുമില്ല, പക്ഷേ പേടിയാണ്. സ്വല്പം. എങ്ങനെയുള്ള ആളാണെന്ന് നമുക്കറിയില്ലല്ലോ. ഈ ഭൂതബാധ ഇല്ലായിരുന്നെങ്കിൽ എതിർകക്ഷി അവിടെ നിന്ന് ഒഴിവായിരുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ട് ഒഴിവായിരുന്നു.
എന്നാ പിന്നെ അതേ ഉള്ളു വഴി. നേരെ അങ്ങോട്ട് ചെല്ലുക. ഭൂതം ആക്രമിക്കുമ്പോ നമുക്ക് നോക്കാം. ഒറ്റ കുത്തിന് അയാളെന്നെ കൊന്നാലോ? പിന്നെ താൻ എന്തിനാണോ ഈ വയ്യാത്ത പണിക്ക് പോയത് പണിക്കരെ? ചാവുന്നെങ്കിൽ ചാവട്ടടോ. അങ്ങനെ ഒരു ഭൂതമുണ്ടോ? ഈ ഭൂതത്തെ താൻ ഇപ്പൊ പേടിച്ചാൽ ഈ ജന്മം തനിക്ക് അവരെ വീട്ടിൽ നിന്ന് ഇറക്കാൻ ഒക്കില്ല. ഇല്ലേ? ഇല്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെല്ലുക, നേരിടുക, അത്രേ ഉള്ളൂ. അത് വയ്യെങ്കിൽ കേസ് കൊടുക്കുക. അല്ല, കേസ് കൊടുത്തു കഴിഞ്ഞത് എപ്പോഴാ? എന്നാ പിന്നെ തന്റെ ഇഷ്ടം പോലെ ചെയ്യും. വക്കീലേ, ആരെ വിടണോ? കേസും ബുക്കാറും കൊണ്ടുവന്നിട്ടുണ്ട് മനുഷ്യനെ കഷ്ടപ്പെട്ടു.